ഇന്ത്യയുടെ തൊട്ട അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് ഇപ്പോൾ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലെ കാരണക്കാർ അല്ലെങ്കിൽ ഈ തീ ആളിക്കത്തിക്കുന്നത് പാകിസ്ഥാനും ചൈനയും ചേർന്നിട്ടാണ്. ഈ തീയിൽ ഇന്ത്യയെ പൊള്ളിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഈ മാസം തുടക്കത്തിൽ വരെ, അതായത് ജൂലൈ മാസം തുടക്കം വരെ വളരെ സമാധാനപരമായിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്ന് ഈ ഒരു പ്രതിഷേധ പ്രകടനം എങ്ങനെയാണ് വികറസായത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷേഖ് ഹസീന ജൂലൈ മാസത്തിന്റെ തുടക്കത്തിൽ 10-ാം തീയതി ചൈനയിലേക്ക് വിസിറ്റിന് പോയി അവിടുത്തെ പ്രീമിയറുമായിട്ട് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആ ഒരു പര്യടനം പാതിയിൽ വെച്ച് അവസാനിപ്പിച്ച് തിരിച്ചു വന്ന് ഇന്ത്യയുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ വീണ്ടും കൂടുതൽ ശക്തമാക്കിയതോടു കൂടിയിട്ടാണ് വളരെ സമാധാനപരമായിട്ട് പൊക്കൊണ്ടിരുന്ന ഈ ഒരു സമാധാന സമരം ഒരു കലാപമായി മാറി അതിനൊരു വർഗീയ മുഖം വന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനെ പറ്റി അതേ നയതന്ത്ര അബദ്ധം തന്നെയാണ് ഷെയ്ഖ് ഹസീനയ്ക്കും പറ്റിയത്. ചൈനയെ ഒരുപാട് വിശ്വസിച്ചു. സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ കൂടെ ബംഗ്ലാദേശിൽ നിന്നുള്ള കുറേ വിദ്യാർത്ഥികളെ ചൈനയിലേക്ക് പഠിക്കാൻ വിട്ടു. ചൈനയിൽ നിന്നുള്ള കുറേ വിദ്യാർത്ഥികളെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവന്നു. ഈ വിദ്യാർത്ഥികൾ വഴി ഇൻഫിൽട്രേറ്റേഴ്സ് ആയിട്ട് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി യൂണിയനുകൾക്കിടയിൽ ഇവർ നുഴഞ്ഞു കയറി ചൈനയുമായിട്ട് ആശയപരമായിട്ട് വ്യതിയാനം സംഭവിച്ച് ഇന്ത്യൻ ചേരിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ അടുത്തേക്ക് ബംഗ്ലാദേശ് അടുത്തപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തിനെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർ തന്നെ വിദ്യാർത്ഥികളുടെ രൂപത്തിൽ ബംഗ്ലാദേശിലേക്ക് കയറ്റി വിട്ട ചാരന്മാർ വഴിയാണ് ഈ പ്രക്ഷോഭം നടത്തിയത്. ഈ ചാരന്മാരെന്ന് ഡയറക്റ്റ് പറയുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ചൈനയിൽ പഠിക്കാൻ പോയ ആളുകൾക്ക് ബംഗ്ലാദേശിനോട് വലിയ സ്നേഹവും കാര്യങ്ങളോ ഒന്നുമില്ല. അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിട്ട് അവരെ വീണ്ടും തിരിച്ച് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലേക്ക് അയച്ച് ഒരു ഒന്നാം തരം പ്രക്ഷോഭകാരികളാക്കി മാറ്റി. എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലീപ്പർ സെൽസിനെ പോലെ ആക്കി മാറ്റി അവരെ ഉപയോഗിച്ച് ഇപ്പം ബംഗ്ലാദേശ് കത്തിച്ചുകൊണ്ടിരിക്കുന്ന കലാപത്തിന് കാരണക്കാരവരാണ്. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ചൈനയുടേതില്ല എങ്കിൽ പോലും ചൈനീസ് സപ്പോർട്ടേഴ്സിന്റെ മുദ്രാവാക്യങ്ങൾ ഒരുപാട് മുഴങ്ങുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഇതിനു വേണ്ടിയിട്ട് ചൈനീസ് ഫണ്ട് ലിക്വിഡേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ISI വിഭാഗം ഇവിടെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിലെ കാരണം ഇന്ത്യയുമായിട്ട് ഷെയ്ഖ് ഹസീന കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ അത് ചൈനയുടെ സിലിഗുരി ക്ലച്ചിന് മുകളിലുള്ള ആ ഒരു കൺട്രോൾ പോകുന്നതിന് കാരണമാകും. സോ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഈവിൾ ഓഫ് ആക്സിസ് ഓഫ് ഈവിൾ ആണ് ഈ ബംഗ്ലാദേശ് കത്തിക്കുന്നത്. അത് ഇന്ത്യയുമായിട്ട് അടുത്ത ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇത് നിങ്ങൾക്ക് വലുതായിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇൻ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും.